ഉണ്ടോ സഖീ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആരോട് പറയുകയാ, ആരോട് ചോദിക്കുകയാ? രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്, രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ കൽവിലൊരു പൂതിയുണ്ട്, എന്റെ കൽവിലൊരു ആശയുണ്ട്, എന്റെ മനസ്സിലൊരു അഭിലാഷമുണ്ട്, ഒരു കുലം മുന്തിരി കഴിക്കാൻ എന്റെ കൽവിലാശയുണ്ട്. നിന്റെ കയ്യിൽ ഒരു ദിർഹം എടുക്കാനുണ്ടോ? നിന്റെ കയ്യിൽ ഒരു ദീനാർ എടുക്കാനുണ്ടോ? എന്റെ കൽവിലൊരു ആശയുണ്ട്, മുന്തിരി തിന്നാൻ. നേരത്തെ അവിടുന്ന് പറഞ്ഞു, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചകനായൊരു ദിർഹവുമില്ലെന്നോ. അങ്ങാരാ, അങ്ങ് രാജാവ്, ഈ നാട് ഭരിക്കുന്ന രാജാവ്, ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ ഒരു മുന്തിരി തിന്നാൻ ഒരു ദിർഹം കയ്യിലെടുക്കാനില്ലാത്ത വിധം യാചകനായി പോയോ രാജാവേ, യാചകനായി പോയോ രാജാവേ. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ഭരണാധികാരികളെ പോലെ 100 രൂപ കിട്ടിയാൽ 80 രൂപ പോക്കറ്റിൽ വെച്ച് 20 രൂപ ജനോപകാരപ്രദമെന്ന് പറഞ്ഞ് ചെലവഴിക്കുന്ന പ്രഹസന നാടകങ്ങളുടെ ലോകമാണ് ഇന്നത്തെ ലോകം. സുബ്ഹാനല്ലാഹ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സഹോദരങ്ങളെ. ആ രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മഹാനവറുകൾ കണ്ടില്ലേ, പാതിരാത്രി സമയമായപ്പോൾ അവിടുന്ന് നിസ്കരിക്കുകയാണ്. അവിടുത്തെ ഭാര്യ പറയുകയാണ്, നിസ്കരിച്ച നിസ്കാരത്തിലൊരു സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്ത് പൊട്ടി കരയുകയാണ്. ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന സമയത്ത് രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അവിടുന്ന് സുദീർഘമായ ഒരു സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഇന്ന ലദൈനാ കാലൻ വജഹീമാ വതുആമൻ ലാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തിൽ നരകത്തെപ്പറ്റി പരാമർശിക്കുന്ന പരാമർശമാണ്. അല്ലാഹു പറയുകയാണ്, എന്റെ അടുക്കൽ ഭീകരമായ ശിക്ഷകളുണ്ട്. അല്ലാഹു വിശദീകരിച്ച് പറയുകയാണ്. ഈ ആയത്തങ്ങോട്ടെത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന രാജാവ് ബോധം കെട്ട് നിസ്കാരത്തിൽ വീഴുകയാണ്. അവിടുത്തെ ഭാര്യ പറയുകയാണ്, സഹോദരങ്ങളെ, ഞാനിതൊക്കെ പ്രസംഗിക്കുന്നുവെന്നല്ലാതെ ഞാൻ എന്നെങ്കിലും ഒരു പാതിരാത്രി സമയത്ത് എന്റെ റബ്ബിനെ പേടിച്ച് എഴുന്നേറ്റ് നിസ്കരിച്ച് നരകത്തെ ചിന്തിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സുകളോട് ചോദിച്ചു നോക്കുക. കണ്ടില്ലേ, അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി സമയത്ത് ഞെട്ടി അങ്ങ് വരികയാണ്. ഞെട്ടി ഉണർന്ന മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അതാ വീട്ടിന്റെ ഒരു ഭാഗത്തെങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതുവരെ ആ ഒരൊറ്റ നൃത്തം തുടരുകയാണ്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അർദ്ധരാത്രി സമയത്ത് ഞെട്ടിയുണർന്ന് എഴുന്നേറ്റ് നിന്നു. ഒരൊറ്റ നൃത്തം. എവിടം വരെ? സുബ്ഹി ബാങ്ക് വിളിക്കുന്നതുവരെ ആ നൃത്തം അങ്ങനെ തന്നെ നിന്നു. അന്നേരത്ത് ചോദിച്ചു, ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഈ പാതിരാത്രിയിൽ ഉറക്കം വരാതെ
ഇങ്ങനെ ഈ ബെഡിന്റെ ചാരത്ത് എഴുന്നേറ്റ് ഒരേ നൃത്തം ഇങ്ങനെ നിൽക്കുന്നതെന്തിനാണ്? സുബഹി വരെ നിന്നതെന്തിനാണ്? അന്നേരത്ത് മഹാൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടുപോയി. എന്താണ് ഞാൻ കണ്ട സ്വപ്നം? എന്റെ ഭാര്യയല്ല, എന്റെ മക്കളെയല്ല, നരകം ഞാൻ സ്വപ്നം കണ്ടുപോയി. ആ നരകത്തിൽ കുറെ ചങ്ങലുകളും കൊളുത്തുകളും നരകവാസികളായ ആളുകളുടെ മേൽ ധരിക്കപ്പെടുന്നതായി ഞാനങ്ങ് സ്വപ്നം കണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പാതിരാത്രിയിൽ ആ നരകത്തിന്റെ ഭീകരത ഇങ്ങനെ ആലോചിച്ച് എഴുന്നേറ്റ് ചിന്തിച്ചു നിന്നതാണ്. എനിക്കുറക്കം വന്നില്ല. എന്റെ ജീവിതത്തിൽ എന്നാണ് ഒരു രാത്രിയിലെങ്കിലും, എന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു രാത്രിയിൽ, മോനെ സബിൽഷ ഈ ഫാനും നിലവിച്ച്, എന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ നരകത്തെ പേടിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? ഞാൻ എന്നോട് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ കണ്ടോ ഇമാമുൽ ആദം അബൂ ഹനീഫ, ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാ? ഇമാമുൽ ആദം ആരാന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. 40 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ്. വലിയ ആലിമാണ്, സാലിഹാണ്, ആബിദായ മനുഷ്യനാണ്. അവരുടെ സംസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഒരൊറ്റ ഇരുത്തമാണ്. മുഅദ്ദിൻ വിചാരിച്ചു, എന്തു പറ്റി ഇമാം അവർക്ക്? സാധാരണയിൽ നിന്ന് വിപരീതമായി മുസല്ലയിൽ ഒരേ ഇരുത്തം ഇരിക്കുകയാണ്. ഇതെന്തു പറ്റിയതാ? ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരാതിരുന്നപ്പോൾ മുഅദ്ദിൻ പള്ളിയുടെ വാതിൽ ഇങ്ങനെ ചാരിയിട്ടങ്ങ് മടങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞിട്ടും ഇമാം അവറുകൾ പുറത്തിറങ്ങിയില്ല. അബൂ ഹനീഫ ഇമാം നിസ്കാരത്തിൽ നിന്ന് നിർവഹിച്ച അതേ മുസല്ലയിൽ അതേ ഇരുത്തം ഇരിക്കുകയാണ്. സുബ്ഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി മുഅദ്ദിൻ സാഹിബ് പള്ളിയിലേക്ക് കടന്നു വന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അബൂ ഹനീഫ ഇമാം അതേ ഇരുത്തം ഇരിക്കുകയാണ്. മെല്ലെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇമാമുൽ ആദം തങ്ങളെ, എന്തു പറ്റിയതാ? വല്ല രോഗവും പിടിപെട്ടോ? വല്ല വിഷമവുമുണ്ടോ? അവിടുന്ന് ഇശാ നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയില്ലേ? ഇതുവരെ പോയില്ലേ? അന്നേരത്തെ മഹാനവറുകൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇതുവരെ വീട്ടിൽ പോയില്ലയോ? നിങ്ങൾ ഇതുവരെ പുരയിൽ പോയില്ലയോ? നേരത്തെ മുഅദ്ദിൻ പറഞ്ഞു, ഞാൻ നിസ്കാരം നിർവഹിച്ച് അവിടുന്ന് വരുന്നതും കാത്തു കുറെ നേരം പള്ളിയുടെ പുറത്തു നിന്നു. പക്ഷേ അവിടുന്ന് വന്നില്ല. എന്തെങ്കിലും ഇബാദത്തിലായിരിക്കുമെന്ന് കരുതി ഞാൻ വാതിൽ ലോക്ക് ചെയ്യാതെ ഞാനൊന്ന് ചാരിയിട്ടെന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ സുബ്ഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ്. സുബ്ഹിക്ക് ബാങ്ക് വിളിക്കാൻ വന്നതാണ്. ഇതുവരെ അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല. അവിടുന്ന് നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല. തങ്ങളെ, എന്തു പറ്റി തിങ്കളെ? അന്നേരത്തെ ഇമാം അവറുകൾ ചോദിക്കുകയാണ്, സുബ്ഹിയോ? നിങ്ങൾ ഇതെന്താണ് പറയുന്നത്? സുബ്ഹിക്ക് സമയമായെന്നോ? അതെ, സുബ്ഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ് ഞാൻ. സുബ്ഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ് ഞാൻ. സമയം സുബ്ഹിയായിരിക്കുന്നു തങ്ങളെ. അന്നേരത്തെ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാ, ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ കൽബിലേക്കൊരു ആയത്ത്, ഞാൻ ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ കൽബിലേക്ക്
വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെ ഓർമ്മ വരികയാ. ആ ആയത്ത് ചിന്തിച്ച് ഞാൻ ഇരുന്നു പോയതാ. എന്റെ ഉറക്കം ഞാൻ മറന്നുപോയി, എന്റെ ഭക്ഷണം ഞാൻ മറന്നുപോയി, എന്റെ അത്താഴം ഞാൻ മറന്നുപോയി, എന്റെ വീട് ഞാൻ മറന്നുപോയി, എന്റെ നാട് ഞാൻ മറന്നുപോയി, ഞാൻ എവിടെയാണെന്ന് പരിസരബോധം പോലും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ സുബഹിയുടെ സമയമായോ, സുബഹിയുടെ സമയമായോ? ആ സഹോദരൻ ചോദിച്ചു, തങ്ങളെ ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ അവിടുന്ന് ഇരുന്നേ, ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ അവിടുന്ന് ഇരുന്നേ? നേരത്തെ ഇമാം അവറുകൾ പറയുകയാ, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം ഞാനും നിങ്ങളും കേട്ടിട്ടുള്ള ആയത്താണ്. എന്റെ കൽവിൽ ഇതുപോലെ ഒരു ചിന്ത ഇന്നുവരെ വന്നിട്ടില്ല. നിങ്ങളിൽ എത്ര ആളുകളുടെ കൽവിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് സഹോദരങ്ങളെ? ഇത് ഞാൻ പ്രസംഗിക്കാനുള്ളതല്ല, എനിക്ക് ആലോചിക്കാനുള്ളതാണ്, എനിക്ക് ആത്മവിചാരണ നടത്താനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇമാം അവറുകൾ പറയുന്നു, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഒരുവൻ അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് പ്രതിഫലം അവൻ കാണുന്നതാണ്. അണുമണി തൂക്കം ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയെ അവൻ കാണുന്നതാണ്. ഈ ആയത്ത് ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തവൻ നരകത്തിൽ, നന്മ ചെയ്തവൻ സ്വർഗത്തിൽ എന്ന ആദർശമുള്ള, ആശയമുള്ള ആ ആയത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ചിന്തിച്ച് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് നേരം സുബഹിയാകുന്ന സമയം വരെ അവിടുന്ന് അങ്ങ് ചെലവാക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകമെത്ര ഭീകരമാണ്, നരകമെത്ര തീവത്സമാണ്. ആ നാരകീയമായ അഗ്നികുണ്ടാരങ്ങളിൽ എനിക്കോ നിങ്ങൾക്കോ പ്രവേശിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. അന്നാറു മൻസിലു അഹ്ലിൽ കുഫ്രി കുല്ലിഹിം തിബാഖുഹാ സബഅത്തുൻ മുസ്വദ്ദത്തുൻ ഖഫർ. മഹാന്മാര് പറയുകയാണ്, അന്നാറു മൻസിലു അഹ്ലിൽ കുഫ്രി കുല്ലിഹിം തിബാഖുഹാ സബഅത്തുൻ മുസ്വദ്ദത്തുൻ ഖഫർ. നരകത്തിൽ കറുത്തിരുണ്ട 7 ഗർത്തങ്ങളുണ്ട്. നരകത്തിൽ കറുത്തിരുണ്ട 7 ഗർത്തങ്ങളുണ്ട്. فيها العقارب والحيات قد تركت جلودهم كالبغاء للدهم والحمر. നരകത്തിൽ ആരാ? നരകത്തിൽ കൂട്ടായിട്ടുള്ളതാരാ? ഭാര്യമാരല്ല, മക്കളല്ല, ഇന്ന് നമ്മുടെ തോളെ കൈയിട്ട് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അല്ല. നരകത്തിൽ കൂട്ടായിട്ടുള്ളത് കറുപ്പും ചുവപ്പും കലർന്ന കഴുതകളുടെ തോലുകളുള്ള ഭീമാകാരന്മാരായ തേളുകളും പാമ്പുകളുമാണെന്ന്, തേളുകളും പാമ്പുകളുമാണെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നരകത്തിൽ നമുക്ക് കൂട്ടുകാരായിട്ടുള്ളത്? കാളകളുടെ വലിപ്പമുള്ള തേളുകൾ. സുബ്ഹാനല്ലാഹ്. കാളകളുടെ വലിപ്പമുള്ള ഹയ്യാത്ത് പാമ്പുകൾ. ആ പാമ്പുകൾ നരകത്തിൽ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നരക ദുനിയാവിലെത്തി പറയും, പടച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആലോചിച്ചു നോക്ക്,
ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ നരകത്തിലെ തീയിൽ നിന്നും 70 ഇരട്ടിയല്ല, 70-ൽ ഒരു അംശമാണ് ദുനിയാവിലെ തീ. ആ ദുനിയാവിലെ തീ അള്ളാഹുവോട് സഹായം ചോദിക്കുകയാണ്, കാവൽ ചോദിക്കും. പടച്ചോനെ, എന്നെ നരകത്തിൽ നീ പ്രവേശിപ്പിക്കല്ലേ അല്ലാ. അങ്ങനൊരു നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗമാണ് എന്റെ കയ്യിലുള്ളത് സഹോദരൻ?